ഇരിക്കുന്നു. അല്പസമയം അല്പസമയത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് നമ്മുടെ വിശുദ്ധ വേദപുസ്തകങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് തുറക്കാം. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് രാത്രികാലം ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, ഗോസ്പൽ അക്കോർഡിംഗ് ടു മാത്യു, ചാപ്റ്റർ 7, വേഴ്സസ് 24 to 27. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് സഹായിച്ചാൽ. Therefore, everyone who hears these words of mine and puts them into practice is like a wise man who built his house on the rock. The rain came down, the streams rose, and the winds blew and beat against the house. Yet it did not fall, because it had its foundation on the rock. But everyone who hears these words of mine and does not put them into practice is like a foolish man who built his house on sand. The rain came down, the streams rose, and the winds blew and beat against that house, and it fell with a great crash. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു മോനെ. വളരെ നന്നായിട്ട് വായിച്ചു. ആർക്കെങ്കിലും ഒരാൾക്കൂടെ മലയാളത്തിലൂടെ ഒന്ന് വായിച്ച് സഹായിക്കാമോ? മലയാളത്തിലൂടെ ഒന്ന് കേൾക്കാം നമുക്ക് ആ വാക്യങ്ങൾ. ഞാൻ തന്നെ വായിക്കുന്നു. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ഒക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു. അത് വീണ് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നമുക്ക് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ച് കേട്ടത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിന്റെ സെർമൺ ഓൺ ദി മൗണ്ട്, ഗിരിപ്രഭാഷണത്തിന്റെ അവസാന അല്ലെങ്കിൽ ആ പ്രസംഗം, ആ പ്രഭാഷണം അവസാനിപ്പിക്കുന്ന ഒരു വാക്യമാണ് നമ്മളോട് വായിച്ചത്. അതുകൊണ്ട് തന്നെ ആ വാക്യത്തിന്റെ ക്ലോസ് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ, അതായത് കഴിഞ്ഞ 5-ാമത്തെ അധ്യായം മുതൽ, റൈറ്റ് ഫ്രം ദി 5th ചാപ്റ്റർ ഓൺവേർഡ്സ്, 5-ാമത്തെ അധ്യായം മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ ഗിരിപ്രഭാഷണം, ദി സെർമൺ ഓൺ ദി മൗണ്ട്, അത് അവസാനിപ്പിക്കുമ്പോൾ യേശു പറഞ്ഞ ഒരു ഉപമയിലൂടെയാണ് ആ ഭാഗം പറഞ്ഞു നിർത്തുന്നത്. ഇങ്ങനെയാണ് പറഞ്ഞു നിർത്തുന്നത്: ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യുന്നവരൊക്കെയും. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകൾ യേശു ഗിരിമുകളിൽ ഇരുന്ന് പ്രഭാഷണം ചെയ്ത് തൻ്റെ ശിഷ്യന്മാരെ, തൻ്റെ ജനത്തെയും തൻ്റെ കേൾവിക്കാരെയും ഈ വാക്കുകളൊക്കെ പറഞ്ഞതിന് ശേഷമായി ഒരു ഫൈനൽ ക്ലോസിംഗ് വേർഡ്സ് എന്ന നിലയിൽ യേശു പറയുകയാണ്, ഈ വചനങ്ങളൊക്കെ കേട്ടിട്ട് അത് പ്രമാണിക്കുന്നവർ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് 2 ദൃഷ്ടാന്തങ്ങളിലൂടെ, ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ കുറിച്ചും ഒരു ബുദ്ധി ഇല്ലാത്തവനെ കുറിച്ചും ഉള്ള ഒരു ദൃഷ്ടാന്തം പറഞ്ഞിട്ടാണ് ഇവിടെ ആ വാക്കുകൾ നിർത്തുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് വളരെ തട്ടിച്ച് നമുക്ക് ഈ രാത്രികാലം ഇത് ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മളും പലപ്പോഴും ഈ 2 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലായിരിക്കും. ഒന്നെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയും, അതല്ല എങ്കിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെയോ, ഈ ഏതെങ്കിലും ശ്രേണിയിൽ, ഈ ഏതെങ്കിലും വിഭാഗത്തിൽ നമ്മളും ഉൾപ്പെടാറുണ്ട് എന്നത് നമുക്ക് ഈ രാത്രികാലം മനസ്സിലാക്കണം. ചിലര് അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് ഇഷ്ടമാണ്, ഗ്രഹിക്കുന്നത് ഇഷ്ടമാണ്, മനസ്സിലാക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ അത് വിശ്വസിക്കാനും അത് അനുസരിക്കാനും പലപ്പോഴും പല പ്രിയപ്പെട്ടവർക്കും കഴിയാതെ പോകും. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എനിക്ക് രണ്ടാമത് പറഞ്ഞ വ്യക്തി ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് എനിക്ക് അത്ര താല്പര്യം തോന്നുന്നില്ല. അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളല്ല, അദ്ദേഹം ബുദ്ധിയുള്ള ആൾ തന്നെയാണ്. എന്നാൽ വചനത്തിൽ അദ്ദേഹത്തെ തിരിച്ചറിയാനായിട്ട് ദൈവാത്മാവ് അല്ലെങ്കിൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധിയില്ലാത്ത മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. ഈ വ്യക്തി അല്ലെങ്കിൽ ഈ
ദൈവത്തിന്റെ വചനം കേട്ടിട്ട് വീട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട്, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതൊന്നും ചെയ്യാതെ വീട് പണിത മനുഷ്യനോടും, അല്ലെങ്കിൽ ഈ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യാത്തവനൊക്കെയും. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ബുദ്ധിയില്ലാത്തവൻ എന്നല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത്, അത് പ്രമാണിക്കാനായിട്ടുള്ള ബുദ്ധി തനിക്കുണ്ടായില്ല. ദൈവത്തിന്റെ വചനം കേട്ടു, എന്നാൽ അതനുസരിക്കാനായിട്ട് തനിക്ക് ബുദ്ധി ഉണ്ടായില്ല. ഈ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ഈ പ്രമാണിക്കാത്ത വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് പ്രമാണിക്കാത്തവനുണ്ടായ, അല്ലെങ്കിൽ പ്രമാണിക്കാത്തവനെ ഒന്ന് പരിശോധിക്കാൽ അവനിൽ നമ്മുടെയൊക്കെ പല സ്വഭാവങ്ങളിലും അവനിലും കാണാൻ കഴിയും. ഈ ബുദ്ധിയില്ലാത്തവൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തി, ഹി വാസ് നോട്ട് എ നിഗ്ലക്ടർ ഓഫ് എനി റിലീജിയസ് ട്രൂത്ത്. അതായത് ഈ ഗിരിമുകളിൽ നിന്ന് യേശു പ്രസംഗിച്ച പ്രസംഗം മുഴുവനും കേട്ടിട്ടുള്ള വ്യക്തിയാണ് ഈ വ്യക്തി. ഉദാഹരണം പറഞ്ഞാൽ, ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചിട്ട് 3 ദിവസവും വന്ന് ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ച വ്യക്തിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരുക്കപ്പെട്ട് സംബന്ധിച്ച വ്യക്തിയെ ഒരിക്കലും നമുക്ക് അനാത്മീയൻ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിയെ ഒരിക്കൽ പോലും നമുക്ക് പിന്മാറ്റക്കാരൻ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിയെ ഒരിക്കലും നമുക്ക് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയത്തില്ല. കാരണം നീണ്ടു നിൽക്കുന്ന യേശുവിന്റെ പ്രഭാഷണങ്ങളെ മുഴുവൻ കേട്ടിട്ടുള്ളതും അത് സത്യമാണെന്ന് ഗ്രഹിച്ചിട്ടുള്ള കൂട്ടത്തിൽ ഒരാളാണ് ഈ മനുഷ്യനും. അതായത് ഈ വചനം പ്രമാണിക്കാതെ നിന്ന മനുഷ്യനും ആരാണ്? ഹി ഈസ് ഓൾസോ വൺ അമംഗ് ദി ഓഡിയൻസ്. അതായത് ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഹി വാസ് ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് ചർച്ച്. അപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരാളാണ് ഈ ബുദ്ധിയില്ലാത്ത മനുഷ്യനെ പോലെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന വ്യക്തി. സോ ഹി വാസ് നോട്ട് എ നിഗ്ലക്ടർ ഓഫ് ദി റിലീജിയസ് ട്രൂത്ത്, അല്ലെങ്കിൽ അന്ന് യേശു പറഞ്ഞ പ്രഭാഷണങ്ങൾ ഒന്നും നിരാകരിച്ച വ്യക്തിയല്ല. താനും നീണ്ടു നിൽക്കുന്ന യേശുവിന്റെ പ്രഭാഷണം ഒട്ടും വിട്ടുകൊടുക്കാതെ, ഒട്ടും ഒഴിയാതെ, അതൊന്നും തൃണവൽക്കരിക്കാതെ പൂർണ്ണമായി കേട്ടിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അതുകൊണ്ടാണ് യേശു അതിന്റെ ആദ്യത്തെ വാക്യം തന്നെ പറയുന്നത്, എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് അത് ചെയ്യുകയും കേട്ടിട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ യേശുവിന്റെ പ്രഭാഷണങ്ങൾ മുഴുവൻ കേട്ടിട്ടുള്ള, ഹൃദയത്തിൽ അതിന് സ്വീകാര്യത നൽകിയിട്ടുള്ള, അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ മനുഷ്യനും. മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഈ മനുഷ്യൻ കേട്ടതിന്റെ വെളിച്ചത്തിലാണല്ലോ വീട് പണിയാനും താൻ തുനിഞ്ഞത്. എന്ന് പറഞ്ഞാൽ യേശു സംസാരിച്ച വിഷയങ്ങളിൽ ഒരു ഓൾട്ടർ കോൾ ഉണ്ടെങ്കിൽ, അന്ന് യേശു ഈ ഗിരിപ്രഭാഷണമൊക്കെ നടത്തി ആളുകളെയൊക്കെ ഒരു ഓൾട്ടർ കോൾ, ഇന്നത്തെ കാലത്ത് ഓൾട്ടർ കോൾ പോലെ വിളിച്ച് മുന്നോട്ട് വന്ന് പ്രാർത്ഥിപ്പിച്ച് തലേ കൈ വെച്ച കൂട്ടത്തിലും ഈ പുള്ളി ഉണ്ട്. കാരണം എന്താ അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പുള്ളിയും വചനം കേട്ടിട്ട് അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ ചെയ്യാനും താനും റെഡിയായി. അതായത് വചനം കേട്ടപ്പോൾ തനിക്കും എന്തുണ്ടായി? വീട് പണിയാനായിട്ടുള്ള ആഗ്രഹമുണ്ടായി. വചനത്തിന്റെ റിഫ്ലക്ഷൻ എന്ന നിലയിൽ വചനം ഏറ്റെടുക്കുന്നു എന്നതിന്റെ മാനദണ്ഡമായി താനും വീട് പണിയാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വ്യക്തിയെക്കുറിച്ച് കമന്റബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന 1-2 കാര്യങ്ങൾ: അദ്ദേഹം യേശുവിന്റെ വാക്കുകൾ കേട്ട വ്യക്തിയാണ്. അദ്ദേഹം യേശു പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ച ആളാണ്. അദ്ദേഹം യേശു പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക്, ജീവിതത്തിൽ അതിൻ്റെ പ്രായോഗിക തലം കൊണ്ടുവരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുമാത്രമല്ല, താനും അതിനുവേണ്ടി വളരെ സഫീഷ്യന്റ് ആയിട്ടൊരു അറ്റൻഷൻ കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടു എന്ത് ചെയ്യണമെന്ന്, വീട് പണിയണമെന്ന് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ വചനം കേട്ടതിന്റെ പരിണതഫലമായിട്ട് തനിക്കും ഒരു വീട് പണിയണം എന്നുള്ള ചിന്ത തൻ്റെ ഉള്ളിലും ഉണ്ടായി. മാത്രവുമല്ല, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും താൻ കണ്ടെത്തി. താനും നിലം കണ്ടെത്തി, താനും അതിനുള്ള അധ്വാനം ചെയ്തു, താനും അവിടെയുള്ള സംഗതികളെല്ലാം ചെയ്തു, എല്ലാം താനും ഒരുക്കി. തനിക്കും നല്ല നിലം, താൻ അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയിൽ ഏറ്റവും യോഗ്യമായ നിലം താനും കണ്ടെത്തി. അപ്പോൾ ദൈവവചനത്തോട് തൃണവൽക്കരിച്ച വ്യക്തിയല്ല ഈ വ്യക്തി.
ദൈവവചനം കേട്ടിട്ട് അതിനെ തള്ളിക്കളഞ്ഞ വ്യക്തിയുമല്ല. ദൈവവചനം കേട്ടിട്ട് അതിനെ അനുസരിക്കാൻ തയ്യാറായ വ്യക്തി കൂടിയാണ് ഈ നമ്മൾ വായിച്ച, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യനെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ വ്യക്തിയും. എന്താണ്? ദൈവത്തിന്റെ വചനം കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ദൈവത്തിന്റെ വചനം തന്റെ ഹൃദയങ്ങളിൽ പതിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അവിടെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിന്മേൽ അലിച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതായാൽ ആദ്യത്തെ വീണില്ല. എന്നാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ടിട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യരുടെ തുല്യം. അപ്പം ദൈവത്തിന്റെ വചനം കേട്ടിട്ട് അതിനനുസൃതമായി പ്രവർത്തിക്കാഞ്ഞതായ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. സോ ഈ വ്യക്തിയും ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദി ചർച്ച്, ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദി കമ്മ്യൂണിറ്റി, ഹീസ് ഓൾസോ പാർട്ട് ഓഫ് ദി ഗോഡ് ഫിയറേഴ്സ്, ദൈവഭക്തരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ആള് തന്നെയാണ്. എന്നാൽ ഒരു വ്യത്യാസം, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തിക്ക് കേട്ടതുപോലെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രികാലം ദൈവസന്നിധിയിൽ നാമും നമ്മുടെ സമയങ്ങളെ മുൻപോട്ട് ചെലവഴിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആർ വി ഓൾസോ നോട്ട് ഇൻ ദ സെയിം കാറ്റഗറി? എന്ന് പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്ന കൂട്ടത്തിൽ ഞാനുമുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ അയ്യോ ഇത് എന്നോടാണ് സംസാരിച്ചത്, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് നാമും ആഗ്രഹിക്കാറുണ്ട്. ഞാനും ഈ കേൾക്കുന്നതൊക്കെ വിശ്വാസ യോഗ്യമാണ്, അത് സത്യമാണെന്ന് ഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്. ഈ കേട്ടിട്ട് എന്തെങ്കിലും ഒരു പ്രക്രിയ എൻ്റെ നിന്ന് ഉണ്ടാകണമെന്ന് ഞാനും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, ഈ കേട്ട വചനത്തിന് അനുസൃതമായിട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടൊക്കെ താല്പര്യമുള്ളവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് രാത്രികാലം ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കേട്ടതായ വചനങ്ങളൊക്കെയും അത്, പ്രൈസ് ദി ലോർഡ്, ഏത് നിലയിലാണ് നാം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഏത് നിലയിലാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ആ വചനത്തെ പകർന്നിരിക്കുന്നതെന്ന് മനസ്സിലാകണം. നമ്മളൊരു പക്ഷേ ഈ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കാറ്റഗറിയിലാണോ? വചനം കേൾക്കുന്നുണ്ട്, വചനം സ്വീകരിക്കുന്നുണ്ട്, വചനത്തോട് പ്രതികരിക്കുന്നുണ്ട്, വചനത്തിനോട് നമ്മൾ സ്തോത്രം ഹല്ലേലൂയ പറയുന്നുണ്ട്, വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നുണ്ട്. ബട്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് റിയലി പെനിട്രേറ്റിംഗ് ഇൻ ടു അവർ ഹാർട്ട്സ്, സോ ദാറ്റ് വി ക്യാൻ very clearly manifest the words that we have heard. നമ്മൾ കേട്ട വചനങ്ങളെ യഥാർത്ഥമായി അതിനെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? എന്നാൽ ഈ വ്യക്തി അറിയാതെ പോയ, അല്ലെങ്കിൽ താൻ പ്രമാണിച്ച കൂട്ടത്തിൽ, അല്ലെങ്കിൽ താൻ വചനത്തെ ഏറ്റെടുത്തപ്പോൾ ചിലത് താൻ വിട്ടുകളഞ്ഞു. അതാണ് ഈ വ്യക്തിയെ മറ്റുള്ള ആളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഒന്ന്, കേട്ട വചനങ്ങളൊക്കെയും തൻ്റെ ഹൃദയത്തിൽ തിങ്ങി നിറയുമ്പോഴും he failed to calculate the trials that he is going to face. അവൻ നേരിടാൻ പോകുന്ന പരിശോധനകളെയും പ്രതിസന്ധികളെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? താൻ ഗ്രഹിച്ചില്ല. വചനം കേട്ടിട്ട് അതിൽ തീരുമാനങ്ങൾ എടുത്തു, വചനം പ്രകാരം ജീവിക്കാനൊക്കെ ആഗ്രഹിച്ചു, എല്ലാ കാര്യം ഫൈൻ, അവിടെ വരെ എല്ലാം ശരിയാണ്. എന്നാൽ വചനം കേൾക്കുമ്പോഴും വചനത്തിനകത്ത് കേൾക്കുന്ന കേൾവിയാൽ നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള, പ്രതിസന്ധികൾക്ക് മേലുള്ള നമ്മുടെ പ്രതിക്രിയയെക്കുറിച്ചും നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വ്യക്തി വചനം കേട്ടത് ഇറ്റ് വാസ് ഫോർ ഇറ്റ്സ് പ്രസന്റ് കൺവീനിയൻസ് ആൻഡ് കംഫോർട്ട്. അവന് അന്നേരത്തേക്കുള്ള കൺവീനിയൻസും കംഫോർട്ടും മതി. അതിനപ്പുറത്തേക്ക് ദൈവവചനത്തിന് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട്, ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് താൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതും ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിന്റെ ആഴത്തെക്കുറിച്ചാണ് വെളിവാക്കുന്നത്. പലയിടത്തും നമുക്കറിയാം, പല ആളുകളും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിനക്ക് ദൈവം നന്മ തരും, നിനക്ക് അടുത്ത ആഴ്ചയിൽ നിനക്കൊരു കാർ തരും, അടുത്ത ആഴ്ച നിനക്കൊരു വിസ ശരിയായി വരുന്നുണ്ട്, അടുത്ത ആഴ്ച നിന്റെ ജോലിയിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്, അടുത്ത ആഴ്ച നിനക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നുണ്ട്, അടുത്ത ആഴ്ച നിനക്ക് ഒരു വലിയ ഒരു നന്മ വരുന്നുണ്ട്. അപ്പോൾ
നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ ദൈവം നമ്മെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം മാത്രം കേട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരാൾക്ക്, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ അതിനെ നേരിടാൻ നിനക്ക് ധൈര്യമുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ നിനക്ക് അതിനെ തരണം ചെയ്യാനുള്ള ശക്തി നിനക്കുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ വിശ്വാസിയായി ജീവിക്കുമ്പോൾ നിന്റെ മുന്നിൽ പരിശോധനകൾ കടന്നു വന്നേക്കാം. അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തിയും കരുത്തും നീ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ദൈവവചനത്തിന് മുമ്പാകെ പരിശോധിക്കപ്പെടുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മൾ ഉറച്ച വിശ്വാസികളായി മാറുന്നത്. അപ്പോഴാണ് ശരിയായ വിശ്വാസ ജീവിതത്തിന്റെ ഉടമകളായി നമ്മൾ മാറുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ന്യൂ ജനറേഷൻ ചർച്ചസിനൊന്നും വലിയ എതിരുള്ള ആളൊന്നല്ല. എന്നാൽ അവിടെയുള്ള ഒരു പിഴവ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ന്യൂ ജനറേഷൻ ചർച്ചകളിലൊക്കെ ഉണ്ടാകുന്ന വലിയൊരു പിഴവ്, അവർ ജീവിതത്തിന്റെ കൈപ്പേറിയ കാഠിന്യമേറിയ അവസ്ഥയെ എങ്ങനെ ദൈവജനം കൈകാര്യം ചെയ്യണമെന്നത് അവരെ പഠിപ്പിക്കുന്നില്ല. ജീവിതത്തിന്റെ കാഠിന്യമേറിയ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ഒരു വിശ്വാസി അതിനകത്ത് പിടിച്ചു നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ എംഫസൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ധാരാളം ആളുകൾ അവരുടെ ഇടയിലേക്ക് കൂടി വരാൻ കാരണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് വിടുതൽ തരുന്നു, ദൈവം നിങ്ങൾക്ക് സൗഖ്യം തരുന്നു, ദൈവം നിങ്ങളെ ബലപ്പെടുത്തുന്നു, ദൈവം നിങ്ങൾക്ക് ഉയർച്ച തരുന്നു, നിങ്ങൾക്ക് നന്മ തരുന്നു, നിങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നു, ഇങ്ങനെയുള്ള വളരെ പ്രോസ്പെരിറ്റിയുടെ കാര്യങ്ങൾ മാത്രം അവർ കേട്ടോണ്ടിരിക്കുമ്പോൾ അവരൊരു പ്രതിസന്ധി നേരിടുന്നതിനെ കുറിച്ച് പ്രിപ്പയർ ആകുന്നില്ല. അവർ ജീവിതത്തിലെ കൈപ്പേറിയ സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ അവർ എക്യുപ്ഡ് ആകുന്നില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു സൂപ്പർഫിഷ്യസ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ അവർ ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രതികൂലങ്ങൾ, കാറ്റുകൾ, തിരമാലകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന് അനുസൃതമായി ഹി ഈസ് നോട്ട് ഏബിൾ ടു കാൽക്കുലേറ്റ് ഹിസ് സ്പിരിച്വൽ ലൈഫ്. അപ്പോൾ ഈ കേട്ട വ്യക്തിയും അത് തന്നെയാണ് തനിക്ക് സംഭവിച്ചത്. ഹി വാസ് ഓൾസോ റെസ്പോണ്ടിങ് ടു വാട്ട് ജീസസ് സെഡ്. അവനും യേശു പറഞ്ഞത് എന്തെന്ന് കേൾക്കാൻ തയ്യാറായി അതിനോട് പ്രതിക്രിയ ചെയ്ത് പ്രവർത്തിച്ച ആളാണ്. പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ താൻ വീട് പണിയാൻ പോകത്തില്ലായിരുന്നു. പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ, അത് കേട്ടിട്ടുള്ള വ്യക്തി അല്ലായിരുന്നെങ്കിൽ തനിക്കും ഒരു മനസ്സിലൊരു മനസ്താപം ഉണ്ടായോ, എനിക്കൊരു വീട് പണിയണമല്ലോ എന്ന് തോന്നത്തില്ലായിരുന്നു. ഇത് കേൾക്കാത്ത ആകാത്ത വ്യക്തി ആയിരുന്നെങ്കിൽ ഹി വോണ്ട് ഓൾസോ കം ഇൻ ടു ദാറ്റ് സീൻ. അങ്ങനെ ഒരു സീനിലെ താൻ വരികയില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹവും ദൈവത്തിന്റെ വചനം കേട്ടതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് ഓൺലി നമ്മളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനം മാത്രമല്ല, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നടുവിൽ, ജീവിതത്തിന്റെ നിരാശകളുടെ നടുവിൽ, ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെതായ കൈപ്പേറിയ നിമിഷങ്ങളിൽ അതിനെ ഫേസ് ചെയ്യാനും ദൈവത്തിന്റെ വചനത്തിലൂടെ നാം ബലം പ്രാപിച്ചെടുക്കണം. അതിനെ ഫേസ് ചെയ്യാൻ കൂടി ദൈവവചനത്തിലൂടെ നമ്മൾ ശക്തി പ്രാപിച്ചെടുക്കണം. അപ്പോൾ ഈ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്ത കാര്യം, ഹി സെലക്ടഡ് എ സേഫ് ആൻഡ് എ സെക്യൂർ പ്ലേസ്. താൻ വചനം കേട്ടു, മറ്റൊരാളെ പോലെ തന്നെ തൻ്റെ അടുത്തിരുന്ന്, ഈ മറ്റേ ആൾ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് വചനം കേട്ടതാണ്. പക്ഷെങ്കിൽ ഈ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ വീട് പണിയുമ്പോൾ ദൈവത്തിന്റെ വചനം എന്നിൽ ക്രിയ ചെയ്യുമ്പോൾ ഐ ഹാവ് ടു ബി എക്വിപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദൈവത്തിന്റെ വചനം ഉള്ളിൽ കയറിയാൽ പ്രതിസന്ധികൾ വന്നാലും അതിനെ തടുക്കാനുള്ള ഒരു ദൈവകൃപ എനിക്ക് പ്രാപിച്ചെടുക്കണം. പ്രതിസന്ധി വന്നാലും അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ആർജവും ഒരു ശക്തിയും ഞാൻ പ്രാപിച്ചെടുക്കണം. ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ, അല്ലാതെ ഈ മണൽമേൽ വീട് പണിത വ്യക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, താൻ അത്ര ഫൂളിഷ് അല്ല. എന്ന് പറഞ്ഞാൽ മണലിന്മേൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കടൽ തീരത്ത് പോലെ മണലിൽ പണിതു എന്ന് നമ്മൾ വിചാരിക്കണം. അങ്ങനെ ഒരു മനുഷ്യനും ചെയ്യത്തില്ല. അതായത് ഒരു അല്പം പോലും സെൻസ് ഉള്ള ആൾ അങ്ങനെ ചെയ്യത്തില്ല. സോ ഇറ്റ് വാസ് നോട്ട് എ ലൈക്ക് സാൻഡി സോയിൽ, അങ്ങനെ വളരെ മണൽ പോലെയുള്ള, പഞ്ചസാര പോലെ കിടക്കുന്ന, സോൾട്ട് പോലെ കിടക്കുന്ന ഒരു മണലിലല്ല പണിതത്. ഫോർ ഹിം, ആ വ്യക്തിക്കും ഇറ്റ് അപ്പിയർഡ് ആസ് എ റോക്കി, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, സ്റ്റബോൺ ആയിട്ടുള്ള സ്ഥലം പോലാണ് തനിക്കും കണ്ടത്. ഈ പലസ്തീനിയൻ ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ ചില പ്രതലങ്ങൾ വളരെ ഹാർഡാണെന്ന് തോന്നും. എന്നാൽ രണ്ടൊന്ന് കുഴിയൊക്കെ കുഴിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് വളരെ ഹാർഡല്ല എന്ന്. പുറമേ ഭയങ്കര ഹാർഡാണെന്ന് തോന്നിക്കും, അല്ലെങ്കിൽ വളരെ മർദ്ദമുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണെന്ന് തോന്നിക്കും. എന്നാൽ രണ്ട് വെട്ടും കുഴിയൊക്കെ എടുത്തു കഴിയുമ്പോൾ അറിയാം
ദാറ്റ് ഇസ് എ ഹോളോ സ്പേസ്. അവരുടെ പൊള്ളയാ സ്ഥലമാണ്. അവിടെ മണൽ ഇങ്ങനെ വളരെ ശക്തിയില്ലാത്ത സ്ഥലമാണെന്ന് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശു ഈ ഉപമയൊക്കെ പറയുന്നത് ഹി ഈസ് ടേക്കിംഗ് ദി എക്സാമ്പിൾ ഫ്രം ഹിസ് ഓൺ ടെറിട്ടറി, ഹിസ് ഓൺ റീജിയൻ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കറിയാം ഈ കാണുന്ന സ്ഥലം വളരെ റോക്കിയായി വളരെ സ്ട്രോങ് ആണെന്ന് തോന്നിയാൽ പോലും ഈ ഡ്രൈ സീസണിൽ, പ്രത്യേകിച്ച് ഈ ഡ്രൈ സീസണിൽ ഈ മണൽ പോലും വളരെ ഹാർഡാണെന്ന് അവർക്ക് തോന്നും. എന്നാൽ അത് വേണ്ടവണ്ണം അസസ് ചെയ്തില്ലെങ്കിൽ പിന്നീട് മനസ്സിലാവും, മഴ പെയ്യുമ്പോൾ, വലിയ പേമാരി വീഴുമ്പോൾ ഈ ഹാർഡ് എന്ന് തോന്നുന്ന സാധനം അലിഞ്ഞ് അവിടെ വെള്ളം ഇറങ്ങി അവിടെ ആ ഫൗണ്ടേഷൻ വളരെ അൺസ്റ്റേബിൾ ആയിട്ട് പോകും. അപ്പോൾ ഈ വ്യക്തിക്കും റിയലി ഹി ഫെൽറ്റ് ദാറ്റ് ഗ്രൗണ്ട് ഈസ് വെരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ തനിക്ക് തൻ്റെ ബുദ്ധിക്ക് അനുസൃതമായി തോന്നി ഇത് പര്യാപ്തമാണ്, ഇത് മതി, ഈ പ്രതലത്തിൽ പണിതാ മതി എന്ന് തനിക്ക് തോന്നി. എന്നാൽ ഹി വാസ് നോട്ട് ഏബിൾ ടു സീ ദി ഫോർത്ത്, അല്ലെങ്കിൽ ഇനിയും വരാനുള്ള വലിയ പ്രതിസന്ധിയെ കുറിച്ച് താൻ മനസ്സിലാക്കിയില്ല. ഇന്ന് ഇപ്പൊ നാട്ടില് നമ്മുടെ വാർത്തകളൊക്കെ കേൾക്കുന്നവർക്കറിയാം, ദേശീയപാത അല്ലെങ്കിൽ ഇടിഞ്ഞ് താഴെ വീണു. മഴ പെയ്തപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന എഞ്ചിനീയർമാരൊക്കെ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പണിതുപോലൊക്കെ കയറി പണിതുപോയി. കേരളത്തിന്റെ കാലാവസ്ഥയൊന്നും മനസ്സിലാക്കാതെ, കേരളത്തിന്റെ സാഹചര്യങ്ങളൊന്നും തിരിച്ചറിയാതെ ഹൈവേ അടിച്ച് തകർത്തങ്ങ് പണിതുപോയി. എന്നാൽ വലിയ മഴയും, ഇപ്പോഴത്തെ വലിയ മഴയും കാറ്റും വന്നപ്പോൾ ഹൈവേ മെയിൻ ഹൈവേ എല്ലാം ഇടിഞ്ഞിടിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക, ദേശീയപാത എല്ലാം ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ എ ക്ലിയർ കാൽക്കുലേഷൻ അവർക്ക് മിസ്സായെന്ന് പറയാൻ പറ്റത്തില്ല. ദേ തോട്ട് ദാറ്റ് ഇറ്റ് വുഡ് ബി ഫൈൻ. അവർ മനസ്സിലാക്കിയത്, അവര് ബുദ്ധിയില്ലാത്തവരല്ല, അവർ കാൽക്കുലേഷൻ തെറ്റിച്ച് ചെയ്തതല്ല, മനഃപൂർവ്വം ചെയ്തതല്ല. അവരൊരിക്കലും ഇതങ്ങ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞല്ല അവരും പണിതത്. ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഗുഡ്, അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ പണിതത്. എന്നാൽ കേരളത്തിന്റെ കാലാവസ്ഥയും വലിയ വെള്ളച്ചാട്ടങ്ങളും അല്ലെങ്കിൽ നീർച്ചാലുകളൊക്കെ ഉള്ള പ്രദേശത്തെ ശരിയായി മനസ്സിലാക്കാനത് കൊണ്ട് അവർ പണിത റോഡുകളെല്ലാം ഇടിഞ്ഞ് താഴെ പോകുന്നു. അതിപ്പം വലിയ ചർച്ചകളായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്, വലിയ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ തിങ് ഈസ് ദാറ്റ്, ഞാൻ പറയാൻ വന്നത്, എൻ്റെ ആശയം, ഇറ്റ് വാസ് നോട്ട് ലൈക്ക് റിയലി, അല്ലെങ്കിൽ ഒരു പർപ്പസ്ഫുള്ളി ചെയ്ത ഒരു കാര്യമല്ല. അവർ വളരെ കൃത്യമായി തന്നെ ആലോചിച്ച് ചെയ്തതാണ്. പക്ഷെങ്കിൽ they were not able to suspect the great challenge. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോഴും we should be very aware and vigilant about the great challenge that may come in front of us. നമ്മുടെ ജീവിതത്തിന്റെ മുന്നിൽ വരാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യമുണ്ടായിരിക്കണം. അപ്പോൾ കേൾക്കുന്ന വചനം അതിനനുസരിച്ച് അതിന് പ്രിപ്പയർ ആകാനായി, അതിനനുസരിച്ച് അതിനെ നമ്മുടെ ജീവിതത്തെ ഒരുക്കാനായി നമ്മൾ ശക്തീകരിക്കപ്പെടണം എന്നുള്ളതാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ, ഈ സാൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ സാൻഡി ഫൗണ്ടേഷൻസ്, വാട്ട് ഇറ്റ് റെപ്രസെന്റ്സ്, അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് റെപ്രസെന്റ്സ് അവർ ഓൺ റൈറ്റസ്നെസ്, നമ്മുടെ സ്വയനീതീകരണം. അതായത് അവൻ പറയുന്നത്, അല്ല കുഴപ്പമില്ല, ഇവിടെ തന്നെ പണിതാൽ മതി, എന്ത് കുഴപ്പം, ഇവിടെയും പണിയാൻ പറ്റും, ഇവിടെ പണിതാലും അവിടെ പൈസയൊക്കെ ലാഭം ഉണ്ടാ, അവിടെ നമുക്ക് ഒത്തിരി ചെലവാകത്തില്ല, ഇറ്റ് ഈസ് ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ തൻ്റെ ഉള്ളിൽ പരിവർത്തിച്ചതായ ആ ആത്മമണ്ഡലം എന്ന് പറയുന്നത് സ്വയനീതീകരണത്തിന്റെ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രികാലവും പലപ്പോഴും നമ്മുടെ ഉള്ളിലും ഇതിങ്ങനെ മതി എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറില്ലേ? ഇതിങ്ങനെയൊക്കെയാണ് ഇത് പോകേണ്ടതെന്ന് സ്വയത്തിൽ നിന്ന് നീതീകരിക്കുന്ന, അല്ലെങ്കിൽ സ്വയബോധ്യങ്ങളിൽ നിന്ന് മാത്രം സംഗതികളുടെ ട്രൂത്തിനെ അല്ലെങ്കിൽ സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന അനുഭവങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? പലപ്പോഴും നമ്മുടെയും ഈ സാൻഡി ഫൗണ്ടേഷനിലാണ്, അല്ലെങ്കിൽ ഈ മണൽ പോലുള്ള ഫൗണ്ടേഷനിലാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം പണിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വി റിലേ ഓൺ അവർ ഓൺ റൈറ്റസ്നെസ്, നമ്മുടെ തന്നെ നീതീകരണത്തിൽ, നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ള നീതീകരണത്തിൽ പണിയുന്നത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം വരുമ്പോൾ നമുക്ക് അവിടെ നിൽക്കാനായിട്ട് കഴിയുകയില്ല. മാത്രവുമല്ല, ഈ വ്യക്തി കാണിച്ച മറ്റൊരു തെറ്റെന്ന് പറയുന്നത്, വൺ സൈഡ് he was ready to obey what Jesus said. യേശു പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് വീട് പണിതു. എന്നാൽ അതർ സൈഡ് he wanted to make a house with his own opinions and his own works. അപ്പോൾ ഇവിടെ ഒരു മിക്സിംഗ് ഓഫ് ട്രൂത്ത് കണ്ടു. ഒന്ന്,
ദൈവവചനം കേട്ടു വീട് പണിയണമെന്നുള്ളത് തൻ്റെ ആഗ്രഹം. എന്നാൽ അവിടെയും തൻ്റെ ബുദ്ധി അതിനകത്ത് ഉപയോഗിച്ചു. കണ്ടോണം, അപ്പോൾ ദൈവവചനം പ്രമാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തിനായി നാം സമർപ്പിക്കപ്പെടുമ്പോൾ, ക്രിസ്തീയ വിശ്വാസത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് പ്രസക്തിയില്ല, നമ്മുടെ ഇൻപുട്ട് അവിടെ വേണ്ട. നമ്മൾ പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയണം. ഈ വ്യക്തിക്കുണ്ടായ പ്രശ്നം രണ്ടുകൂടെ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഒരു ഭാഗത്ത് താൻ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് വീട് പണിയാൻ തീരുമാനിച്ചു, മറുഭാഗത്ത് താൻ ഇച്ഛിക്കുന്ന ഇടത്ത് അത് പണിയാൻ തീരുമാനിച്ചു. സോ എ യൂണിയൻ ഓഫ് ദ മിക്സർ ഓഫ്, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് അവർ വർക്ക്സ് വിത്ത് ദി തോട്ട്സ് ഓഫ് ദി റിഡീമർ. രക്ഷകന്റെ വചനത്തെയും തന്റെ സ്വയത്തിന്റെ ചിന്തയും തമ്മിൽ കൂട്ടിക്കലർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ഒന്നാണ്, ദൈവത്തിന്റെ വചനം നിർമ്മലമാണ്, ദൈവവചനം അത് യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുന്നതാണ്, പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും നാം നമ്മുടെ സ്വയത്തിന്റെ ചിന്തകളുടെ അതിനകത്ത് കൂട്ടിക്കലർത്തി വി മേ ഡിസ്റ്റോർട്ട് ദി റിയൽ ട്രൂത്ത് ഓഫ് ദി മെസ്സേജ്, അല്ലെങ്കിൽ ആ സന്ദേശത്തിന്റെ യഥാർത്ഥ സത്യത്തെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിന് നമ്മുടേതായ ചില ആശയങ്ങളൂടെ അതിനകത്ത് കൊടുത്തിട്ട്, നമ്മുടേതായ ചിന്തകൾ കൂടെ അതിനകത്ത് പകർന്നു കൊടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വികലമാക്കി കളയുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ഒന്ന് തന്നെ, അത് അതേപടി അനുസരിക്കാനുള്ളതാണ്. എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ ചിന്തകൾ, യാഥാർത്ഥ്യ ബോധ്യങ്ങൾ, നമ്മുടെ മുന്നിലുള്ള കാഴ്ചപ്പാടുകൾ, നമ്മുടെ മുന്നിലുള്ള പല ചിന്തകൾ, കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ, കാലഘട്ടത്തിന്റെ വ്യതിയാനങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കേട്ട വചനത്തെ രണ്ടുകൂടെ കൂട്ടിക്കലർത്തും. അതായത് ഒരു ഭാഗത്ത് ഞങ്ങൾ ദൈവവചനം അനുസരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും മറുഭാഗത്ത് നമ്മുടെ ആശയങ്ങൾ കൂടി അതിനകത്ത് കൂട്ടിക്കലർത്തി വി മേക്ക് അവർ ഫൗണ്ടേഷൻ ഓൺ എ സാൻഡി പ്ലാറ്റ്ഫോം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു അബദ്ധം തനിക്ക് പറ്റിയത്, അദ്ദേഹത്തിന് he was just having a mere assumption of the name and form of the religion. അതായത് തൻ്റെ ജീവിതത്തിൽ താൻ ഒരു മതത്തിന്റെ പിൻഗാമിയായി പോകാനായിട്ട് ആഗ്രഹിച്ചു. അതുകൊണ്ട് വചനം പറഞ്ഞു, അതനുസരിച്ചു. എന്താണോ പ്രമാണം, എന്താണോ പാരമ്പര്യം പറയുന്നത് അതനുസരിക്കാൻ തയ്യാറായി. ബട്ട് ഹി ഫെയിൽഡ് ടു അഡ്രസ് ദി സ്പിരിറ്റ് ആൻഡ് പവർ. ദൈവാത്മാവിന്റെ ശക്തിയെയും ദൈവത്തെയും താൻ പിൻപറ്റിയില്ല. പലരും ഇന്നും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കൂട്ടത്തിലുമൊക്കെ കാണാൻ കഴിയുന്നത്, നമ്മുടെ കൂട്ടം എന്ന് പറയുന്നത്, ഐ എം നോട്ട് സ്പെസിഫിക് വിത്ത് എനി പേഴ്സൺ, ബട്ട് നമ്മുടെ ഗ്ലോബലി ഉള്ള നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, വി ഓൾസോ സംടൈം പ്രോം ടു ബിക്കം എ മെമ്പർ ഓഫ് എ റിലീജിയൻ. ഒരു മതത്തിന്റെ വക്താവായി, ഒരു സമൂഹത്തിന്റെ വക്താവായി, ഒരു ഗ്രൂപ്പിന്റെ വക്താവായി നാം നിൽക്കുന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. ബട്ട് വി ആർ സാഡ്ലി ഫെയിലിംഗ് ടു എക്സസൈസ് സ്പിരിറ്റ് ആൻഡ് പവർ. ദൈവത്തിന്റെ ശക്തിയെയും ദൈവനാമത്തെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല. സോ അദ്ദേഹവും പിൻപറ്റാൻ ആഗ്രഹിച്ചത് എന്താണ്? ദൈവം തന്നോട് പറഞ്ഞു, കേൾക്കുന്നു, ഒരു പാരമ്പര്യത്തിന്റെ മുകളിൽ നിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ഒരു വലിയ പാരമ്പര്യത്തിന്റെ അനുഭവത്തിൽ താൻ നിൽക്കാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ പോലും ദൈവവചനത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ല. ദൈവവചനത്തിന്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കേണ്ടതായ ദൈവശക്തിയെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, തൻ്റെ ഫൗണ്ടേഷൻ അത്ര സ്റ്റേബിളായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാത്രവുമല്ല, ദിസ് പേഴ്സൺ വുഡ് ബി എ പബ്ലിക് പ്രൊഫഷൻ ഓഫ് എ റിലീജിയൻ. അദ്ദേഹത്തിന് പൊതുസമക്ഷത്തിൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ പണിതു എന്ന് കാണിക്കാൻ തനിക്ക് കഴിയണം. നോട്ട് ഹാവിങ് എ പ്രാക്ടിക്കൽ ഒബീഡിയൻസ് ടു ദി സേവിയർ. എന്താണോ രക്ഷകൻ പറഞ്ഞു തന്ന വാക്ക്, അതിനെ അക്ഷരം പ്രതി പ്രമാണിക്കുക എന്നതിനെക്കാട്ടിലുപരിയായി എത്രയും വേഗം തനിക്കും ഞാൻ എല്ലാം ശരിയാക്കി, വീട് മടുതു റെഡിയാക്കി, കണ്ടോ എൻ്റെ വീട് ഇതാ റെഡിയായി എന്ന് ഹി വാണ്ടഡ് ടു ഡിസ്പ്ലേ ഹിംസെൽഫ് ടു ദി പബ്ലിക്. അതായത് ഞാനൊരു നല്ല വിശ്വാസിയാണ്, ഞാൻ നല്ലതായി ദൈവത്തിന്റെ വചനം കേട്ട് പ്രമാണിച്ചു, എത്ര ഫാസ്റ്റായിട്ട് ഞാനത് ഒബേ ചെയ്തു, എത്ര പെട്ടെന്ന് ഞാനത് കാര്യങ്ങളെല്ലാം നീക്കി, എത്ര പെട്ടെന്ന് എന്നിൽ ക്രമീകരണം വന്നു. സോ ഹി ജസ്റ്റ് വാണ്ടഡ് ടു മേക്ക് എ ഡിസ്പ്ലേ. അത് ശരിയായ അടിസ്ഥാനത്തിൽ ഇരിക്കുന്നതോ എന്നുള്ളതൊന്നും തനിക്ക് വിഷയമേ അല്ല. ബട്ട് ഹി വാണ്ട് ടു ജസ്റ്റ് പബ്ലിസൈസ്, തന്നെ ഒന്ന് വെളിപ്പെടുത്തണം, ഞാനൊരു വലിയ സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്.
ഞാനൊരു വലിയ കാര്യം ചെയ്തു എന്ന് എല്ലാവരുടെ മുന്നിൽ തനിക്കൊന്ന് പറയണം. ഇത്രേ താൻ ആഗ്രഹിച്ചുള്ളൂ. ഹി വാസ് നോട്ട് ബോതേഡ് അബൌട്ട് ദി ഫൗണ്ടേഷൻ. ഹി വാസ് നോട്ട് ബോതേഡ് അബൌട്ട് വാട്ട് ഹി ഹാസ് ടു ഡു ഫോർ ദി ഫൗണ്ടേഷൻ. ആരും കാണാത്തടത്ത് അടിസ്ഥാനം ഇടേണ്ടതായ ചില ഇടങ്ങളിൽ, ആരും കാണാത്ത ചില സ്ഥലങ്ങളിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായ, ആരും കാണാത്ത ഇടങ്ങളിൽ വളരെ കഠിനാധ്വാനം ചെയ്യേണ്ടതെന്നും താൻ ആലോചിച്ചില്ല. തനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒന്ന് കാണിക്കണം. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല ക്രിസ്ത്യാനികളും പ്രദർശന ക്രിസ്ത്യാനികളായി മാറുകയാണ്. കാരണം ദേ വാണ്ട് ടു ഷോ സംതിങ് ടു അതേഴ്സ്. മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്ക് എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ബട്ട് ദേ ആർ നോട്ട് മച്ച് ബോതേഡ് അബൌട്ട് ദെയർ ഫൗണ്ടേഷൻ. അവരുടെ അടിസ്ഥാനത്തെ കുറിച്ച് ചിന്തയില്ലാതെ, അവരുടെ അടിസ്ഥാനത്തെ കുറിച്ച് ബോധ്യമില്ലാതെ, അടിസ്ഥാനം ഉറപ്പുള്ളതല്ലെന്ന് ചിന്തയില്ലാതെ ദേ ജസ്റ്റ് ഷോ ഓഫ്. അപ്പോൾ ഈ വ്യക്തിയും അത് തന്നെയാണ്. So he relied on his own righteousness. തന്റെ ബുദ്ധിക്ക് താൻ ആശ്രയിച്ച് മുന്നോട്ട് പോയി. And also he mixed up the truth and his own opinion. താൻ കേട്ട സത്യവും തനിക്ക് തന്റെ അഭിപ്രായം കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ വികലമാക്കി. He was merely എ മെമ്പർ ഓഫ് എ റിലീജിയൻ. ഒരു മതത്തിന്റെ വ്യക്താവായി മാത്രം നിൽക്കുക, മറിച്ച് അതിനപ്പുറത്ത് വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയെക്കുറിച്ചും ഒരു ദൈവിക നാമത്തെക്കുറിച്ചും താൻ ബോധവാനായി തീർന്നില്ല. മാത്രമല്ല, ഹി വാണ്ടഡ് ടു മേക്ക് എ പബ്ലിക് പ്രൊഫഷൻ ദാറ്റ് ഐ ആം എ ക്രിസ്ത്യൻ. ഞാനൊരു ദൈവവിശ്വാസിയാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രദർശിപ്പിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി മാറി. എന്നാൽ അടിസ്ഥാനപരമായിട്ട് താൻ ഒത്തിരി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉറച്ച വ്യക്തിയല്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ മുമ്പിൽ കാണുന്ന, അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ളവരിൽ പ്രദർശിപ്പിക്കുന്നവരായി തീരാൻ നമുക്ക് അഥവാ അവസരമില്ലെങ്കിലും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം, ഞാൻ നിൽക്കുന്നത് ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിന്മേലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നേരെ മറിച്ച് ആ ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്ത കാര്യം ഒന്ന് നോക്കിക്കേ. ഹി മെയ്ഡ് ഹിസ് ഫൗണ്ടേഷൻ ഓൺ എ റോക്കി ഫൗണ്ടേഷൻ. മറ്റേ വ്യക്തി വീട് പണിത് കയറി താമസം പാല് കാച്ചും കഴിഞ്ഞപ്പോഴും താൻ ഫൗണ്ടേഷൻ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മറ്റേ ആൾ വളരെ പെട്ടെന്നെല്ലാം വീടെല്ലാം പണിത് റെഡിയാക്കി ആൾക്കാരെ വിളിച്ച് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും മറ്റേയാള് കല്ലിന്മേൽ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഹി ഫൗണ്ട് വെരി ഹാർഡ് ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ ഫൗണ്ടേഷൻ. ബട്ട് അവസാനത്തെങ്കിൽ പ്രൈസ് ദി ലോർഡ്, തനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനാണ് ദൈവവചനം കേട്ട് യഥാർത്ഥത്തിൽ അതിനെ പ്രമാണിക്കുവാനായിട്ട് തയ്യാറായത്. സോ ദ റോക്കി ഫൗണ്ടേഷൻ റെപ്രസെന്റ്സ്, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ദ സാൻഡി ഫൗണ്ടേഷൻ റെപ്രസെന്റ്സ് ദി സെൽഫ് റൈച്ചസ്നെസ്, മിക്സിംഗ് ഓഫ് അവർ തോട്ട് വിത്ത് ദ തോട്ട് ഓഫ് ഗോഡ്. അതുപോലെ തന്നെ മിയർ അസംപ്ഷൻ റിഗാർഡിംഗ് ദ റിലീജിയൻ വിത്തൗട്ട് ദി തോട്ട് ഓഫ് പവർ ആൻഡ് ദി നെയിം ഓഫ് ഗോഡ് ആൻഡ് ഓൺലി എ പബ്ലിക് പ്രൊഫഷൻ ഓഫ് എ റിലീജിയൻ. ഇതാണ് ഒരു മണലിന്റെ അനുഭവത്തിലുള്ള അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ പാറമേലുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത്, ഹി നോസ്, ആ വ്യക്തി, ഹി ഹാസ് എ റൈറ്റ് നോളജ് ഓഫ് ദി ക്രൈസ്റ്റ് ക്യാരക്ടർ. യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് തനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. തനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ ആരിലാണ് ആശ്രയിക്കുന്നത്. തനിക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ട്, ഞാൻ എവിടെയാണ് എന്നെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നത്. സോ ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ഈസ് വെരി എവിഡന്റ് ഇൻ ദാറ്റ് പേഴ്സൺ. അവന്റെ ഉള്ളിൽ ക്രിസ്തു ആരാണ്, ആരിന്മേലാണ് ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്, ക്രിസ്തുവാകുന്ന പാറമേലാണ് ഞാൻ എൻ്റെ ഭവനത്തെ പണിതിരിക്കുന്നത്, ഞാൻ എൻ്റെ വീടിനെ പണിതിരിക്കുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യം ആർക്കുണ്ട്? ഈ വ്യക്തിക്കുണ്ട്. സോ ദിസ് റോക്കി ഫൗണ്ടേഷൻ റെപ്രസെന്റ്സ് ദി വെരി ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഓർ ദി നോളജ് ഓഫ് ദി ക്യാരക്ടർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് മാത്രമല്ല, that also represents a rejection of all things else as the base of hope. അതായത് എല്ലാത്തിനെയും താൻ എന്ത് ചെയ്തു? നിരാകരിച്ചു. അപ്പോഴത്തെ തന്റെ വീട് മറ്റേ കൂട്ടുകാരന്റെ വീട് പണിത് കയറുകയാണ്. എന്നാൽ തന്റെ മുന്നിൽ ഒരു പ്രത്യാശയുണ്ട്, തന്റെ മുന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തെയും നേരിടാൻ പര്യാപ്തമായ നിലയിലാണ് ഞാൻ എൻ്റെ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുന്നത്. സോ ഹി റിജക്റ്റഡ് എവറിത്തിങ്. തൻ്റെ മുമ്പിൽ കണ്ട പ്രലോഭനങ്ങളെ താൻ റിജക്റ്റ് ചെയ്തു. തൻ്റെ മുന്നിൽ താനും കണ്ടു കാണും, മണലിന്മേൽ വീട് പണിയുന്ന ആൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പണിയുകയാണ്, വളരെ നന്നായി പണിയാണ്. സോ ഹി റിജക്റ്റഡ് ഓൾ ദാറ്റ് തിങ്സ്, ബട്ട് ഹി ഹാഡ് ഓൺലി വൺ തിങ് ഇൻ ഹിസ് ഹാൻഡ്, ഒരു പ്രതീക്ഷ. He had a good hope that in the end of the day
there will be a great reward for me. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന് ഒരുപക്ഷെ നമ്മൾ പറയുന്ന കളർ ചിലപ്പം കണ്ടെന്ന് വരികയില്ല. മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ കളർഫുൾ ആയിട്ട് അവർ ജീവിക്കുന്നുണ്ടാകാം. നമ്മുടെ പുറത്തുള്ള ആളുകൾ, those who are building their house on a sandy foundation, അവരുടെ ജീവിതം ഒരു സാൻഡി ഫൗണ്ടേഷനിൽ പണിയുന്നവർ വളരെ വളരെ ഷോഫുൾ ആയിരിക്കും. അവർ വളരെ വളരെ ഇലുമിനേറ്റീവ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അവർ തിളങ്ങി നിൽക്കും. എന്നാൽ നമുക്കൊരു പക്ഷേ അത്രയൊന്നും പണിയാൻ കഴിയുമെന്ന് വരികയില്ല, അത്രയൊന്നും നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അത്രയൊന്നും നമുക്ക് ഉയരാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. At the end I will be the winner. എന്റെ അവസാനത്തെങ്കിൽ എന്റെ ജീവിതത്തിൽ ദൈവം വലിയ വ്യക്തമായ ചില അനുഭവങ്ങൾ നൽകി തരും. So he rejected everything that was very കണ്ണിന് ശോഭയുള്ള പലതിനെയും താൻ നിരാകരിച്ചിട്ട് ഒറ്റ പ്രതീക്ഷയിൽ താൻ മുന്നോട്ട് പോയി. He was relying on one hope. എന്റെ ഭവനം അവസാനത്തെങ്കിൽ ഏറ്റവും ബലമുള്ളതായി എനിക്ക് പണിയപ്പെടാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തെ അക്ഷരം പ്രതി അനുസരിക്കാനായിട്ട് ഇടയായി തീർന്നു. He was obedient to the authority of God. ദൈവത്തിന്റെ അധികാരത്തിന് മുമ്പിൽ താൻ വിധേയപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അധികാരത്തിന് മുമ്പിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താണോ ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് അതേപടി ഞാൻ നിവർത്തിക്കാനായിട്ട് തയ്യാറാകുകയാണ്. നോക്കിക്കേ, രണ്ട് വിധത്തിലുള്ള ക്രിസ്തീയ അടിസ്ഥാനങ്ങൾ. ഒന്ന്, ലോകത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ അഭിപ്രായങ്ങളും ലോകത്തിന്റെ കാഴ്ചകളും അനുസരിച്ച് സ്വയത്തിന്റെ ചിന്തകൾ കൊണ്ട് പണിതുയർത്തിയ ഒരു ക്രിസ്തീയ ജീവിതം. പ്രൈസ് ദി ലോർഡ്. I won't say that he or she is not part of the church. He is still still they are the part of the church, but they built their foundation in a sandy foundation. അവർക്ക് പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിന്റെ പല ഇമ്പങ്ങളിലൂടെ ഉള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ പാറമേൽ അടിസ്ഥാനമിട്ട ആൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. മറിച്ച് he had very strong conviction that എന്റെ ജീവിതം ക്രിസ്തുവിലായിരിക്കണം, അവന്റെ അധികാരത്തിന്റെ കീഴിലായിരിക്കണം, അവൻ പറയുന്നത് പോലെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവസാനത്തെങ്കിൽ എന്താ സംഭവിച്ചത്? റിസൾട്ട് ഓഫ് ദിസ് ടു ഫൗണ്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ വൻമഴ ചൊരിഞ്ഞു. അവിടെ വായിക്കുന്നത് വൻമഴ ചൊരിഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നദികൾ പൊങ്ങി. അവസാനം എന്താ സംഭവിച്ചത്? വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. ഇത് രണ്ടുപേരെ അടിച്ചു. മണലിന്മേൽ വീട് പണിത ആളിനെയും അടിച്ചു, റോക്കി ആയിട്ടുള്ള ഫൗണ്ടേഷൻ മേൽ വീട് പണിത ആളിനെയും അടിച്ചു. പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരെയും അടിക്കും. പ്രൈസ് ദി ലോർഡ്. കഷ്ടത വരുമ്പോൾ എല്ലാവരുടെയും മേലും അടിക്കും. എന്നാൽ അവിടെയാണ് റിസൾട്ടിലാണ് വ്യത്യാസമുണ്ടായത്. പ്രൈസ് ദി ലോർഡ്. രണ്ടുപേരും പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരുവന്റെ പ്രതീക്ഷകൾ അവിടെ അസ്തമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ പണിതുകൊണ്ടിരിക്കുമ്പോൾ അവന് നിത്യതയെക്കുറിച്ചൊരു പ്രതീക്ഷയിലാണ് അത് പണിതുകൊണ്ടിരുന്നത്. ഫോർ ലോങ് റണ്ണിൽ എന്താ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് താൻ ചിന്തിച്ചത്. എന്നാൽ ഹി വാസ് ജസ്റ്റ് കൺവിൻസ്ഡ് അബൌട്ട് ഹിസ് ഓൺ പ്രസന്റ് കൺവീനിയൻസ് ആൻഡ് കംഫോർട്ട്. അവന്റെ അന്നാരത്തെ സുഖവും സൗകര്യവുമാണ് താൻ നോക്കിയത്. എന്നാൽ കഷ്ടത വന്നപ്പോൾ തന്റെ നാശം വലുതായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീട്ടിൽ മേൽ അലിച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായിരുന്നു. സോ ഹി വാസ് ഓവർവെൽംഡ് ബൈ ദിസ് ട്രാജഡി ദാറ്റ് ഹാപ്പൻഡ്. താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, താൻ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. താൻ ഭയപ്പെട്ടു പോയി. തൻ്റെ പ്രതീക്ഷ എല്ലാം ഓക്കെ ആയിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിന്റെ പരിവർത്തിത സാഹചര്യത്തിൽ താൻ അടിപതറിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരും വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഈ സാഹചര്യത്തിലാണ് അവിശ്വാസികളായി മാറുന്നത്, പിന്മാറ്റക്കാരായി മാറുന്നത്. ബിക്കോസ് ദേ വെർ നോട്ട് എക്വിപ്ഡ് ടു ഫേസ് ദി ചലഞ്ചസ് ഓഫ് ദെയർ ലൈഫ്. ജീവിതത്തിൽ നേരിടേണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് അവർ ബോധവാന്മാരായില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ വീഴ്ച വലിയതായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഈ ബുദ്ധിയുള്ള മനുഷ്യൻ, പ്രൈസ് ദി ലോർഡ്, അവൻ പണിതുകൊണ്ടിരുന്ന സമയത്ത് അവനൊന്നും കാണാൻ കഴിഞ്ഞില്ല.
പണിതുകൊണ്ടിരുന്ന സമയത്ത് താൻ ഒരു വലിയ ഒരു ഹോപ്പ് മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. പണിതുകൊണ്ടിരുന്ന ആൾക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പണിതുകൊണ്ടിരുന്ന സമയത്ത് പാറമേൽ പണിതുകൊണ്ടിരുന്നവന് ഒന്നും തന്റെ മുമ്പിൽ പ്രതീക്ഷാവാഹമായി ഒന്നും കണ്ടില്ല. എന്നാൽ തിരമാലകൾ അടിച്ചപ്പോൾ, വൻമഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ചപ്പോഴാണ് തന്റെ പ്രതീക്ഷകൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് കേൾക്കുന്ന വചനങ്ങളൊന്നും ഒരുപക്ഷെ ഇപ്പോൾ ഇത് എങ്ങനെയൊന്നും നമുക്കറിയത്തില്ലായിരിക്കും. ഇന്ന് കേൾക്കുന്ന വചനം, ഇത് വളരെ ഇറ്റ്സ് നോട്ട് ഫീലിംഗ് വെരി കംഫർട്ടബിൾ എന്ന് നമുക്ക് തോന്നുമായിരിക്കാം. അപ്പുറത്തെ ചർച്ചിൽ, മറ്റേ ചർച്ചിൽ, ആ ചർച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കാര്യങ്ങൾ കേൾക്കുന്നു, വളരെ എൻജോയ്മെന്റ് എന്നൊക്കെ നമുക്ക് തോന്നും. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് പ്രിപ്പറേറ്ററി മെസ്സേജസ്, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഇപ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു റിയലൈസ് ദി ഹോപ്പ്. എന്താണ് ഇതിനപ്പുറത്ത് ഈ വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഈ വ്യക്തിക്ക് മനസ്സിലായി, ഞാൻ കഷ്ടപ്പെട്ട് അടിസ്ഥാനമിട്ട് പണിത വീട് എനിക്ക് വളരെ കഷ്ടപ്പാട് നേരിടേണ്ടി വന്നു. എനിക്ക് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഒത്തിരി സമയം അതിനു വേണ്ടി മെനക്കെടുത്തേണ്ടി വന്നു. എനിക്ക് ഒത്തിരി പെയിൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. എനിക്ക് ഒത്തിരി സമയം, ഒത്തിരി റിസോഴ്സസ് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നു, ഹല്ലേലൂയ, എന്റെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് എനിക്ക് ഉയരാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചനം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതം പണിയപ്പെടുമ്പോൾ, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് സംതിങ് ലൈക്ക് എ സൂത്തർ, നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അല്ല ഈ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ പകർന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷം കഴിയുന്തോറും നമ്മുടെ മേലുണ്ടാകുന്ന സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും അതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി, അതിന്റെ നടുവിൽ നമ്മൾ ബലത്തോടെ നിൽക്കാൻ വേണ്ടി ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾക്ക് പാസിഫയർ ആയിട്ട്, സൂത്രറായിട്ടാണ് ദൈവവചനം നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരയാതിരിക്കാനായിട്ട് പാസിഫയറോ സൂത്രമോ അവന്റെ വായിലോട്ട് കുത്തിക്കേറ്റി വെച്ച് അവൻ മിണ്ടാതിരിക്കും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നതും, കർത്താവെ എനിക്ക് എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു റിലീഫാണ് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ വി നീഡ് ടു പ്രിപ്പയർ അവർ സെൽഫ് ടു ഫേസ് ദ ഗ്രേറ്റ് ചലഞ്ചസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള ശക്തി ആർജിച്ചെടുക്കാനായിട്ട് ഈ നാളുകളിൽ നമ്മൾ ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേട്ടിട്ട് അടിസ്ഥാനപ്പെട്ട് ദൈവവചനത്തിൽ ക്രിസ്തു കേന്ദ്രിതമായി നമ്മുടെ ജീവിതം കെട്ടിപ്പടുത് ഉയർത്തിയെടുത്താൽ, പ്രതിസന്ധി വന്നാലും സാരമില്ല, ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല, എനിക്ക് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഇറ്റ്സ് നോട്ട് നൺ ഓഫ് മൈ ബിസിനസ് ടു ലുക്ക് ഇൻടു, ബിക്കോസ് ഐ ആം സ്ട്രോങ്ലി ഫൗണ്ടഡ് ഓൺ ദി ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ ഇത് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു നിർത്തുകയാണ്. ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ they can look into their own convenience and comfort, or else they can look towards a very strong foundation. It may be hard work, it may be അവിടെ ഒത്തിരി കഷ്ടതകളൊക്കെ കാണും, എന്നാൽ at the end you will realize the hope. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട രാത്രികാലം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് സമർപ്പിക്കാമോ? നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവവചനം കേട്ടിട്ട് ഞാൻ ഏത് കാറ്റഗറിയിലായിരിക്കുന്നു? ഈ രണ്ട് കൂട്ടരും ദേ ആർ പാർട്ട് ഓഫ് ദി ചർച്ച്. അവർ ദൈവസഭയുടെ കൂട്ടർ തന്നെയാണ്. എന്നാൽ ഒരാള് ദൈവവചനത്തെ ഒരു ചെറിയൊരു പെരിഫറൽ ലെവലിൽ അതിനെ ഉൾക്കൊണ്ടപ്പോൾ, മറ്റൊരാള് ദൈവവചനത്തിന് അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഏറ്റെടുക്കാനിടയായി. ഇന്ന് രാത്രികാലം ദൈവവചനത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന നമ്മൾ, പ്രൈസ് ദി ലോർഡ്, we should be anticipate our, പ്രൈസ് ദി ലോർഡ്, ഫ്യൂച്ചർ ലൈഫ് ഓൾസോ. നമ്മുടെ ഇനിയുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾക്ക് വളരെ ചിന്ത ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ ഏത് കഷ്ടത നിറഞ്ഞതായ, കയ്പ് നിറഞ്ഞതായ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും കേട്ട വചനം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കേട്ട വചനം എന്നെ ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഒരുക്കപ്പെടാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനത്തിൽ അടിയുറച്ച് ഉയരുവാനായി ദൈവകാര്യങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവസ്ഥനിൽ അടിയുറച്ച് വളർന്നു വരുന്നവർക്ക് ഒരു കാലത്തും പ്രതിസന്ധികളെ കണ്ടിട്ട് പതറിപ്പോകേണ്ട കാര്യമില്ല. ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ പതറിപ്പോകേണ്ട കാര്യമില്ല. കാരണം
എനിക്കൊരു പ്രതീക്ഷയുണ്ട്, എനിക്കൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം എന്നെ തകർക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ വീഴാൻ അനുവദിക്കത്തില്ല, എൻ്റെ ദൈവം നിലംപരിചാകാൻ എന്നെ സമ്മതിക്കത്തില്ല. ഒരുപക്ഷെ ആ വചനം വേണ്ട നിലയിൽ ഹൃദയത്തിൽ ഉൾക്കൊണ്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ക്രിസ്ത്യ ജീവിതം തന്നെ തകർന്നു പോയനമായിരുന്നു, എൻ്റെ ആത്മീയജീവിതം തന്നെ തകർന്നു പോയനമായിരുന്നു, ഞാൻ എൻ്റെ ജീവിതം തന്നെ നശിപ്പിച്ചേനമായിരുന്നു, ഞാൻ എൻ്റെ സർവസ്വവും ദൈവത്തിലുള്ള ആശ്രയം തന്നെ വിട്ടുകളഞ്ഞിട്ട് ഞാൻ വേറെ വഴിക്ക് പോയനമായിരുന്നു. എന്നാൽ ഞാൻ ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധി വന്നാലും എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എൻ്റെ ദൈവം വീഴാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രികാലം കേൾക്കുന്ന എന്നെ പ്രിയപ്പെട്ടവരെ, ചിലരോട് ദൈവാത്മാവിൽ ഒരു ദൂത് പോലെ വിളിച്ചു പറയുകയാണ്. ഒരുപക്ഷെ പല നിരാശകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാകാം, പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാകാം, പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാകാം. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് എന്തുകൊണ്ട് വൈ എന്ന് ദൈവത്തോട് ചോദിക്കുന്നവരാകാം. എന്നാൽ ഒരു കാര്യത്തിൽ ഉറച്ചുകൊള്ളുക, ദൈവവചനത്തിൽ ഉറപ്പോടെ നിൽക്കാൻ കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ വീണു പോകത്തില്ല. ഈവൻ ദോ അത് വളരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നതായിരിക്കാം, അത് നദികൾ പൊങ്ങി കാറ്റടിക്കുന്നതാകാം, എന്നാൽ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് ജീവിതം നയിക്കുന്ന നിങ്ങൾ ഒരു നാളും വീണു പോകത്തില്ല. ഹാലേലൂയ. ഇപ്പോൾ വരുന്ന കഷ്ടതകൾക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ അത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒരുപക്ഷെ നമുക്ക് നേരെ വരുന്ന പ്രതിസന്ധി ഇപ്പോൾ നമുക്ക് വളരെ ഹല്ലേലൂയ വളരെ ക്ഷീണം തോന്നിക്കുന്ന അവസ്ഥയാണെങ്കിലും വി വിൽ നോട്ട് ഫോൾ, നമ്മൾ ഒരു നാളും വീണ് പോകത്തില്ല. കാരണം ഞാൻ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് ദൈവത്തിന് ഒരു മഹത്വം കരയേറ്റിയാട്ട്. ഞാൻ വീണ് പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉറച്ചു നിൽക്കും. ക്രിസ്തു വന്ന പാറമേൽ ഞാൻ എന്നെ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു. ഞാൻ വീണ് പോകത്തില്ലെന്ന് വായിക്കൊണ്ടെന്ന് പറഞ്ഞാട്ട് ഞാൻ വീണ് പോകത്തില്ല. ഞാൻ ക്രിസ്തുവിൽ ഉറച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, രാത്രികാലം പ്രതിസന്ധികളുടെ നടുവിൽ ഉറച്ചു നിൽക്കാനായി കേട്ട വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ യഥാർത്ഥമായ നിലയിൽ സ്വയനീതീകരണത്തിന്റെ അനുഭവത്തിലല്ല, നമ്മുടെ ചിന്തകളുമായിട്ട് കൂട്ടിക്കലർത്തിയല്ല, കേവല വിശ്വാസി എന്നുള്ള ഒരു തലത്തിലുമല്ല, നമ്മൾ അതിനപ്പുറത്ത് ക്രിസ്തു എന്ന പാറമേൽ എൻ്റെ ജീവിതം ഞാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മുന്നിൽ കാണുന്നതൊന്നും എന്നെ മാടി വിളിക്കത്തില്ല. ഐ ഹാവ് എ റിയൽ സെൻസ് ഓഫ് ഹോപ്പ്. എനിക്ക് ഒരു പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെ വിടത്തില്ല, കൈവിടത്തില്ല. എൻ്റെ ദൈവം എന്നെ നടത്തും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ ദൈവസ്ഥലിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഈ രാത്രികാലം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലിൽ ഏകാഗ്രമാകട്ടെ. നമുക്ക് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ.